നമ്മുടെ ചിലിമ്പിക്കായിട്ട് പരവമീൻ കറി റെഡി. കണ്ടോ, നല്ല ടേസ്റ്റോട് കൂടിയുള്ള കറിയാണ് കേട്ടോ. ഇതങ്ങ് ചോറിനകത്തിട്ട് പെരട്ടി അങ്ങ് തിന്നാലുണ്ടല്ലോ എന്ത് ടേസ്റ്റാണെന്നറിയാവോ. എൻ്റെ ഈ പുതിയ വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. നമുക്ക് ഇന്ന് ചിലിപ്പിപ്പുളി, ഞങ്ങളുടെ അടുത്ത് പറയുന്നത് ചെമ്മിപ്പുളി. ഞങ്ങളുടെ അടുത്തെന്ന് പറഞ്ഞാൽ ഇപ്പം ഞങ്ങൾ ഇടുക്കിയിലാണ് താമസിക്കുന്നത്. ഞാൻ ജനിച്ച് വളർന്നതൊക്കെ ആലപ്പുഴയിലാണ്. ആലപ്പുഴ പറയുന്നത് ചെമ്മിപ്പുളി. അപ്പോൾ ഇങ്ങനെയുള്ള പുളിയാണ്. പക്ഷേ ഇത് അച്ചാറൊക്കെ ഇടുമ്പോൾ ഒരുപാട് കൂട്ടിയാലും കൊള്ളത്തില്ലെന്നൊക്കെയാണ് പറയുന്നത്. നമുക്കറിയത്തില്ല. നമുക്കിപ്പോൾ ഇത് കിട്ടിയതാണ്, നമ്മുടെ വീട്ടിലുള്ളതല്ല. അപ്പോൾ കുറച്ചേറെ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇതിട്ട് മീൻകറി വെച്ചാൽ നല്ല ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ അത് കിട്ടിയത് കൊണ്ട് 2-3 പുളിയും ഇതൊക്കെ ഇട്ട് മീൻകറി വെക്കാമെന്നോർത്താണ് ഞാൻ ഒരുങ്ങുന്നത്. അപ്പോൾ ഇന്ന് നമ്മൾ ഈ മീൻ കൊണ്ടാണ് നമ്മൾ കറി വെക്കുന്നത്. പരവമീനാണ് കേട്ടോ. പരവമീൻ വെട്ടി തേച്ച് കഴുകിയൊക്കെ വെച്ചേക്കുന്നതാണ്. അതിന് എന്തൊക്കെയാണ് ആവശ്യമെന്ന് നമുക്കൊന്ന് നോക്കാം. ഇത്രയും ചിലിമ്പിക്ക എടുത്തിട്ടുണ്ട്, 2 തണ്ട് കറിവേപ്പില, ഒരു 5-8 കഷ്ണം ചെറിയ ഉള്ളി, ഒരു ചെറിയ ഇഞ്ചി, 3-4-5 പച്ചമുളക്. ഇതെല്ലാം കൂടെ നമുക്കൊന്ന് അരിഞ്ഞിട്ട് വരാം. നമ്മളിതെല്ലാം ഇങ്ങനെ അരിഞ്ഞെടുത്തിട്ടുണ്ട്. ഈ കറിയിലേക്ക് പോവാം. അരപ്പം നമ്മൾ റെഡിയാക്കി. ഒരു മുറി തേങ്ങയുടെ പകുതി തേങ്ങ എടുത്ത് അതിനാവശ്യമുള്ള മുളക് പൊടി, അതുപോലെ തന്നെ മല്ലിപ്പൊടി, മഞ്ഞൾപ്പൊടി, ഇത്ര സാധനമാണ് നമ്മൾ അരപ്പിന് വേണ്ടി എടുത്തേക്കണം. ഇത് അരച്ചുകൊണ്ട് വന്നാണ്. നമുക്ക് ചട്ടിയിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇതിനാവശ്യമുള്ള വെള്ളം ചേർത്ത് കൊടുത്തതിന് ശേഷം ഇതിനാവശ്യമുള്ള ഉപ്പിട്ട് കൊടുക്കാം. നമ്മൾ അരിഞ്ഞു വെച്ചേക്കുന്ന സാധനങ്ങൾ ചേർത്ത് കൊടുക്കാം. പച്ചമുളക്, ഉള്ളി, അതുപോലെ ഇഞ്ചി, പുളി. നമ്മുടെ ഏറ്റവും പ്രധാനപ്പെട്ട സാധനം പുളി. ഇപ്പം തന്നെ വായി വെള്ളം വരുന്നുണ്ട് കേട്ടോ. വേറൊന്നുമല്ല, ഈ പുളിയൊക്കെ വെന്തിറങ്ങിക്കഴിഞ്ഞിട്ട് ഈ ചാറും, മീനൊന്നും കൂട്ടിയില്ലെങ്കിലും എനിക്ക് കുഴപ്പമില്ല, പക്ഷേ ഈ ചാറൊഴിച്ച് ചോറിനകത്തിട്ട് പെരട്ടി തിന്നാലുണ്ടല്ലോ അതിൻ്റെ ടേസ്റ്റ് ഒന്ന് പ്രത്യേകത തന്നെയാണ്. അപ്പോൾ എല്ലാം ഇട്ട് നമ്മൾ ഇട്ട് കൊടുത്തു. ഇനി ഒന്ന് തിളക്കാൻ വെക്കണം. തിളച്ച് കഴിഞ്ഞ് വേണം നമുക്കിതിലേക്ക് മീനിടാനായിട്ട്. അപ്പോൾ ഇതൊന്ന് തിളക്കട്ടെ. തിളക്കുമ്പോൾ നമുക്ക് മീനിട്ട് കൊടുക്കാം. നമുക്ക് മൂടി. കറിവേപ്പില ഇടാൻ മറന്നു പോയായിരുന്നു. അപ്പോൾ ഒരു തണ്ട് കറിവേപ്പില ഇപ്പം നമുക്ക് ഇട്ട് കൊടുക്കാം. കറി നന്നായിട്ട് തിളച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്ക് അതിലേക്ക് ചെറിയൊരു പുളി കൂടുതൽ വേണ്ടവർക്ക് കൂടുതൽ ഇട്ട് കൊടുക്കാം. പുളി നന്നായിട്ടുണ്ടാകും. ചിലിമ്പിക്ക എന്ന് പറഞ്ഞാലും നല്ല പുളിയുള്ള സാധനമാണ്. അതിലേക്ക് ഒരു ചെറിയ കഷ്ണം കുടംപുളി ഇട്ട് കൊടുത്താൽ അതിൻ്റെ ടേസ്റ്റ് കൂടെ കിട്ടാൻ വേണ്ടിയിട്ടാണ് കേട്ടോ, വേറെ ഒന്നിനുമല്ല. പുളി വേണ്ടാന്നുള്ളവർക്ക് ഇടണ്ട. ഇനിയും കൂടുതൽ പുളി വേണമെന്നുള്ളവർക്ക് ഒരു കഷ്ണം ഫുള്ളായിട്ട് ഇടാം. ഞാനിപ്പോൾ ഒരു കഷ്ണത്തിൻ്റെ ചെറിയൊരു ഭാഗം കീറി എടുത്തതേ ഉള്ളൂ. അപ്പോൾ നന്നായിട്ട് തിളച്ചിട്ട് ഈ സമയത്ത് ഉപ്പും ഇതൊക്കെ നോക്കണം. നോക്കിയിട്ട് കുറവുണ്ടെങ്കിൽ ഉപ്പിട്ട് കൊടുക്കണം. ഇനി നമുക്ക് മീൻ പെറുക്കിയിടാം. നല്ല ടേസ്റ്റുള്ള കറിയാണ് കേട്ടോ. ഞങ്ങളുടെ നാട്ടിലേക്ക് ചെറിയ മീൻ ഇങ്ങനെ വെക്കത്തുള്ളൂ. ഒത്തിരി വലിയ മീനൊന്നും ഇങ്ങനെ വെക്കുകയില്ല. മത്തിയൊക്കെ ആണെങ്കിൽ ഏറ്റവും ടേസ്റ്റാണ്. ചെറിയ മത്തിക്കകത്ത് ഈ പുളിയിട്ട് വെച്ചാൽ നല്ല ടേസ്റ്റാണ്. അതുപോലെ തന്നെ ചെമ്മീൻ, പച്ച ചെമ്മീൻ കിട്ടുകയില്ല. പച്ച ചെമ്മീനകത്ത് ഈ പുളിയിട്ട് അരച്ച് കൂട്ടുമോ അങ്ങനെയൊക്കെ ചെയ്താൽ നല്ല ടേസ്റ്റാണ്. അപ്പം മീനൊക്കെ ഇട്ടിട്ടുണ്ട്. ഇനി അതൊന്ന് പറ്റട്ടെ. നമ്മുടെ കറി വെച്ചിട്ട് കുറച്ച് നേരമായി. നമുക്കൊന്ന് നോക്കാം. ചെറുതായിട്ട് പറ്റി വരുന്നുണ്ട്. ഇനി ഒന്ന് ഇളക്കി കൊടുക്കാം. പുളിയൊക്കെ വെന്തിട്ടുണ്ട് കേട്ടോ. പുളിയൊക്കെ വെന്തിട്ടുണ്ട്. ഇച്ചിരി കഴിയുമ്പോൾ അതൊന്നുകൂടെയൊക്കെ ഉടയും. അപ്പം നമുക്ക് നല്ല ടേസ്റ്റാണ് ചോറിനകത്ത് പെരട്ടി തിന്നാനായിട്ട്. ഈ സമയത്ത് ഒരു ലേശം പച്ചവെളിച്ചെണ്ണ കുറച്ച് മതി, ഒത്തിരി വേണ്ട.
ഇനി അവിടെ ചെറിയ തീയിലിരുന്ന് ഒന്നുകൂടെ ഒന്ന് പറ്റട്ടെ. നമുക്ക് തീ കുറച്ച് വെക്കാം. തീ കുറച്ച് വെച്ചിട്ടുണ്ട്. മൂടി വെക്കുന്നില്ല, അങ്ങനെ ഇരുന്ന് പറ്റട്ടെ. അപ്പം നമ്മുടെ കറിയൊക്കെ അങ്ങ് പറ്റി വന്നിട്ടുണ്ട്. കണ്ടോ, നന്നായിട്ട് പറ്റി കിട്ടിയിട്ടുണ്ട്. നമുക്ക് ഈ സമയത്ത് നമ്മളൊരു തണ്ട് കറിവേപ്പില മാറ്റി വെച്ചിരുന്നില്ലേ, കറിവേപ്പില ഏറെ ഉണ്ടെങ്കിൽ ഏറെ ഇടാം കേട്ടോ. എനിക്ക് ഒത്തിരി ഇല്ല, അതുകൊണ്ടാണ് ഞാൻ ഈ ഓരോ തണ്ടൊക്കെയായിട്ട് ഇടുന്നത്. ഇനി നമുക്ക് തീ ഓഫ് ചെയ്യാം. ഒന്ന് മൂടി വെക്കാം. കറി റെഡി ആയിട്ടുണ്ട്. 2-3 മിനിറ്റ് ഒന്ന് മൂടി വെക്കാം. നമുക്ക് മൂടി വെച്ചിട്ട് 2-3 മിനിറ്റായി. നമുക്കൊന്ന് തുറന്ന് നോക്കാം. അപ്പോൾ ചിലിമ്പിക്കയിട്ട് പരവമീൻ കറി റെഡി ആയിട്ടുണ്ട് കേട്ടോ. നല്ല ടേസ്റ്റുള്ള കറിയാണ്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. ഇഷ്ടമുള്ളവരെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ. അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് കാണും വരെ ബൈ.